എൻ്റെ പേര് സത്യൻ MC എന്നാണ്. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ മിനി ആണ്. ഞാൻ ആദ്യമേ തന്നെ മാതാവിൻ്റെ ഈ അൾത്താരയിൽ അനുഭവസാക്ഷ്യം പറയാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എൻ്റെ ജീവിതത്തെ മാറ്റിയതിന് കോടാനുകോടി തിരുക്കുമാരനും അമ്മയ്ക്കും പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവസാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2023 ജനുവരി 11 തീയതിയാണ് ഈ കൃപാസനത്തിൽ എത്തിച്ചേർന്നത്. ഇവിടെ വരുമ്പോഴുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കോൺട്രാക്റ്റ് വർക്കുകൾ ചെയ്യുന്ന ഒരാളായിരുന്നു. വലിയ വലിയ വർക്കുകളല്ല, ചെറിയ ചെറിയ വർക്കുകൾ, എന്നാലും ന്യായമായിട്ട് വർക്കുള്ള ഒരാളായിരുന്നു. കോവിഡിന് ശേഷം കോവിഡ് വരെ എനിക്ക് നല്ല രീതിയിലായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നത്. വണ്ടികളുണ്ട്, തൊഴിലാളികളുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടായിരുന്നു നടന്നത്. കോവിഡിന് ശേഷം എനിക്ക് അടുപ്പിച്ചൊരു 4-5 സൈറ്റിൽ നിന്ന് എനിക്ക് നഷ്ടം വരികയും ഏകദേശം ഒരു 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് കടമാവുകയും ചെയ്തു. ആ സമയത്ത് പുതിയ വർക്കുകളൊന്നും എനിക്ക് തുടങ്ങാനായിട്ട് സാധിച്ചില്ല. വർക്കുകളെല്ലാം അടച്ചു, പണിക്കാരെല്ലാം പോയി. ആ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ 1 രൂപ പോലും കയ്യിലില്ലാതെ ഞാൻ വിഷമിച്ചു പോയി. ആ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ പല വാതിലുകളും മുട്ടുകയും ഒരു തൊഴിലെങ്കിലും തുടങ്ങുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചതൊക്കെയും പരാജയപ്പെട്ടു പോയി. എല്ലാ വർക്കുകളും ഓരോരോ ഒഴിവുകളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി. ആ സമയത്ത് 92 വയസ്സുള്ള എൻ്റെ അച്ഛന് പെട്ടെന്ന് കിടപ്പിലാകുകയും അദ്ദേഹത്തെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം തൊഴിലുകൾ മാറ്റിവെക്കുകയും കയ്യിലുള്ള അത്യാവശ്യം പൈസ കൊണ്ട് ജീവിക്കുകയും അദ്ദേഹത്തെ കട്ടിൽ നിന്ന് എടുക്കുവാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഒക്കെ ആവശ്യമായതുകൊണ്ട് വേറൊരാളെ ഞാൻ എൻ്റെ ഒരു അടുത്ത് അത്യാവശ്യ സഹായത്തിനൊക്കെ വരുന്നൊരു അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹം പിടിക്കുമ്പോൾ അച്ഛന് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നതായിട്ടും ഭയങ്കരമായിട്ടും നിലവിളിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുകയും മറ്റ് വന്ന ജോലികളൊന്നും എടുക്കാതാവുകയും ചെയ്തു. അത് പിന്നീട് അച്ഛന് സുഖപ്പെടുന്ന സമയത്ത് എനിക്ക് ജോലികൾ കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചുവല്ല, കോവിഡും സാമ്പത്തിക തകർച്ചയും വന്ന കാരണം പിന്നീട് ഒരു വർക്ക് പോലും എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി. നമുക്ക് കടമായി, നിരന്തരം കടക്കാർ വീട്ടിൽ വരുന്നതും 25 ലക്ഷം രൂപ ഒരു ബാങ്കിൻ്റെ ആണെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. അതൊരു 10 പേരുടെ ആണെങ്കിൽ എപ്പോഴും ഒരു 2 പേര് ഞങ്ങളുടെ വീട്ടിൽ വരും. ഞാൻ പുറത്തോട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ ഭാര്യയാണ് വീട്ടിൽ ഇരിക്കുന്നത്. അവർക്കൊരു തരത്തിലും വീട്ടിലിരിക്കാൻ, കാരണം ഒരു അവധി പറഞ്ഞു, 2 അവധി പറഞ്ഞു, 3 അവധി പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആൾക്കാരുടെ സ്വഭാവം മാറും. പിന്നെ നമ്മൾ കള്ളനാവും, നമ്മൾ പറയുന്നത് വിശ്വസിക്കത്തില്ല, കിട്ടത്തില്ല, അവരുടെ ഭാഷ മാറും, നമുക്ക് ബുദ്ധിമുട്ടാകും. എനിക്ക് പുതിയ വർക്കുകളുമില്ല. ഞാനങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കോഴിക്കോട് ഒരു കമ്പനി, എനിക്ക് നേരത്തെ ഞാൻ ഇൻറ്റീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിക്കുകയും അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വർക്കുകൾ തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജോലിക്കാരെ അത്യാവശ്യം കുറച്ച് എല്ലാവരും പോയി ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് പേരെയും കൊണ്ട് അവിടെ പോയി അവരുടെ കുറേ വർക്കുകൾ ചെയ്തു. ഒരു 3 വർഷക്കാലം ഞാൻ കോഴിക്കോട് പോയി വർക്ക് ചെയ്തു. പക്ഷേ എനിക്കതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവരുടെ വലിയ വലിയ പ്രോജക്റ്റുകളായിരുന്നു. നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല, വർക്ക് കിട്ടും, പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ജീവിതത്തിൽ ഇത്രയും പണിക്കാരുടെ ചീത്തവിളി കേട്ട ഒരു കോൺട്രാക്ടർ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതേപോലെ എത്ര പേര് നിസ്സാര പൈസയ്ക്ക് വരെ കൊണ്ട് കേസ് കൊടുക്കുകയും അങ്ങനെ ആകപ്പാടെ. എന്നാലും എനിക്ക് പിടിച്ച് കയറാവുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ വിശ്വാസം തകർന്നു. കോഴിക്കോട് പോയി അവിടെ പോയി കടപ്പെട്ട് വീണ്ടും ആ പണിയുടെയും കടം വന്നതോടുകൂടി ഞാൻ തിരിച്ചു പോന്നു. ഇവിടെ വന്ന് വളരെ ബുദ്ധിമുട്ടി. അതായത് നിത്യവൃത്തിക്ക് പോലും മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേരിൽ എനിക്ക് വിൽപത്രം എഴുതി തന്ന 10 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമായിരുന്നു. ആ വസ്തു അച്ഛൻ്റെ സമയത്ത് തന്നെ ഒരു ചെറിയ ലോൺ എടുത്തിട്ട് അത് കൃത്യമായിട്ട് അടയ്ക്കാത്ത കാരണം കുടിശ്ശികയായി. ബാങ്കിൽ നിന്ന് RR നോട്ടീസുകളൊക്കെ നമുക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, നമുക്ക് ഈ സമയത്തായിരുന്നു ഈ RR നോട്ടീസുകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടി ഇത് വീട്ടുവാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഒന്നെങ്കിൽ എനിക്ക് പൈസ തരണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ലോണ് കിട്ടണം. എൻ്റെ വണ്ടികളുണ്ടായിരുന്നു, എല്ലാം പോയി. 2-3 വണ്ടികളുണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അടവ് തെറ്റി. ഞാൻ പലരെയും വണ്ടി എടുക്കാനൊക്കെ സഹായിച്ച് ജാമ്യം നിന്നിട്ടുണ്ട്. അതെല്ലാം കുടിശ്ശികയായി. എൻ്റെ സിവിൽ സ്കോറിൽ എനിക്ക് 170 ലേറ്റ് പേയ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിഷമിച്ച് ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല. കോഴിക്കോട് പോയി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ അതും നടന്നില്ല. വേറെ തൊഴിലുകളും കിട്ടുന്നില്ല. ഗൾഫിന് പോകാനും പോലും പറ്റുന്നില്ല. അവസ്ഥയിൽ എനിക്കിപ്പോൾ 53 വയസ്സായി. ഈ ഒരവസ്ഥയിൽ അവിടെ ചെന്നിട്ട് ജീവിതം കെട്ടിപ്പടുക്കാവുന്ന എനിക്ക് അത്ര നല്ല സെറ്റപ്പിൽ ഒരു ജോലി കിട്ടിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഒരു പരീക്ഷണത്തിന് എനിക്ക് അതിനുള്ള മനോധൈര്യമില്ലായിരുന്നു. നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് കരുതി. ആ ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേറെ മാർഗ്ഗമില്ല. എന്നെ കഴിഞ്ഞ് കൂടുതൽ എൻ്റെ ഭാര്യയാണ് എന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. കാരണം കടക്കാരും ഞാൻ വീട്ടിലില്ലെങ്കിൽ പോലും ആ 1-2 പ്രാവശ്യം കഴിയുമ്പോഴേ ആൾക്കാരുടെ ഭാഷയും മാറും, അവർ ചീത്ത പറയും.
ആ ബുദ്ധിമുട്ടുകളെ എന്നെ കുറച്ച് ദൂഷിച്ച് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആ സമയത്തിലാണ് മാതാവിൻ്റെ വഴി എന്ന് പറയുന്ന പോലെ നമ്മുടെ കൃപാസനമായിട്ടോ ക്രിസ്തീയ ആചാരവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഹൈന്ദവ ജീവിതത്തിൽ വന്ന ഒരു ചേച്ചി ഒരു പത്രം എൻ്റെ വൈഫിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മിനി ഇത് നിങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരും. അവരിന്ന് വരെ കൃപാസനത്തിൽ വന്നിട്ടില്ല, അത് അമ്മ തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ ആ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല. ഞാൻ ഹൈന്ദവ സാഹചര്യത്തിൽ ജനിച്ച് ജീവിക്കുന്ന ആളാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം തീരുമെന്ന് ഇവിടെ വന്നു. എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നു ഉടമ്പടി ക്ലാസ്സുകൾ കേട്ടു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് പറഞ്ഞു 3 മാസം നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും എനിക്കൊരു മാറ്റം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നാലും ഞാൻ രക്ഷപ്പെടുകയല്ലോ. എന്നാലും ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും പത്രം കൊടുക്കുകയും രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടുകയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ഇവിടെ വന്നതിൻ്റെ അടുത്ത നാൾ തൊട്ടേ എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്നോട് പിണങ്ങിയിരുന്ന കുറേ കസ്റ്റമറുകളെല്ലാം എന്നെ വിളിക്കാനും ഓരോരോ വർക്കുകൾ എന്നെ ഏൽപ്പിക്കാനും തുടങ്ങി. എനിക്ക് അത്യാവശ്യം എനിക്ക് പിടിച്ചു നിൽക്കാവുന്നതായി. എനിക്ക് നിരന്തരം ഇവിടുന്ന് പറയാൻ 2 ദിവസം ഇവിടെ നിന്ന് പറഞ്ഞാൽ പോലും തീരാത്തത്ര അനുഭവം എനിക്ക് അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കയറാൻ ഓരോരോ മാറ്റങ്ങൾ വന്നാലും ബാങ്കിലെ കടങ്ങൾ എനിക്ക് അങ്ങനെ തന്നെ നിലനിൽക്കുകയായിരുന്നു. അത്യാവശ്യം വർക്കുകളൊക്കെ നല്ലപോലെ കിട്ടാൻ തുടങ്ങി. എൻ്റെ പ്രശ്നങ്ങൾ മാറി തുടങ്ങി. അത്യാവശ്യം കടക്കാരുടെയൊക്കെ എനിക്ക് കൊടുക്കാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഭീതി തന്നിരുന്ന, ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ താമസിച്ച് തന്നെ എനിക്ക് ഏറ്റവും ഭീതി തന്നിരുന്ന ബാങ്കിലെ കടം കൂടി 12 ലക്ഷം രൂപയായി. 12 ലക്ഷത്തിന് അവർ RR അയച്ചിരിക്കുന്നു. എനിക്ക് കൊടുക്കാനൊരു മാർഗവുമില്ല. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. ഇവിടെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അച്ഛനെ കണ്ട്. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു നമുക്ക് അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ബാങ്കിൽ കിട്ടും. എനിക്ക് 170, ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹം, 170 ലേറ്റ് പെയിൻ്റാണ്. ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം. അങ്ങനെ ഒരാൾ ഒരു ബാങ്കിൻ്റെ മുമ്പിൽ ലോണിന് ചെല്ലുന്നത് തന്നെ അപമാനമാണ്. ഒരു കാരണവശാലും അത് കിട്ടുകയില്ല. ഞാൻ അന്നേരം പറഞ്ഞു ഏതെങ്കിലും ഒരു ബാങ്ക്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ബാങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് അത്യാവശ്യം പൈസ തന്നുകൊണ്ടിരുന്ന ആൾ, ചെറിയ പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ വസ്തുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ വിട്ട് കളയും എന്നുള്ള ധാരണയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് പൈസ തന്ന് ബാങ്കിലെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാതെ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ആ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ പോലും പൈസ തരാത്ത സാഹചര്യത്തിൽ എനിക്കത് അനുഗ്രഹമായിട്ട് തോന്നി. അദ്ദേഹം ഒരു ലോണ് സ്വന്തമായിട്ട് എടുത്തിട്ട് ആ ലോണ് എൻ്റെ ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്ത് എനിക്ക് തന്നു. ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പൈസ എനിക്ക് തരുവാണെങ്കിൽ അത് എൻ്റെ ആധാരവും മറ്റ് രേഖകളെല്ലാം അദ്ദേഹം കൊണ്ടുപോയി. അദ്ദേഹം ഒരു 15 ലക്ഷം രൂപ മാത്രമാണ് എൻ്റെ വസ്തുവിന് അദ്ദേഹം വെച്ചത്. ഒരു വസ്തു കരാറാക്കി എഴുതിക്കൊണ്ട് എൻ്റെ ആധാരം അദ്ദേഹം കൊണ്ടുപോയി. എനിക്കറിയാം മറ്റൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ എനിക്ക് വേറെ മാർഗ്ഗമില്ലായിരുന്നു. എൻ്റെ അമ്മ എന്നെ കൈപിടിച്ചുയർത്തും, എന്നെ പ്രാപ്തനാക്കും, എങ്ങനെയെങ്കിലും എനിക്കിത് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ വഴിപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ആധാരം കൊടുത്തു, ബാങ്കിലെ ലോൺ എടുത്തു. 2 മാസം അദ്ദേഹം അടച്ചു പൈസ. പിന്നെ ഞാൻ ആ പൈസ അടയ്ക്കാൻ തുടങ്ങി. ഞാൻ അയാളോട് സംസാരിച്ചിട്ട് ഞാൻ പൈസ അടച്ചോളാം, എനിക്ക് ലോൺ റെഡിയായിട്ടില്ല. സത്യം പറഞ്ഞാൽ ആ നിമിഷം വരെ ഈ നിമിഷം വരെ എനിക്കൊരു ലോൺ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ എനിക്കതേ അദ്ദേഹത്തിനോട് പറയാൻ പറ്റുള്ളൂ. പൈസ നമ്മളെങ്ങനെയും കണ്ടെത്തിയപ്പോൾ ഒരു ലോണ് എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് പറഞ്ഞാലേ അദ്ദേഹം സമ്മതിക്കുള്ളൂ. അദ്ദേഹം വക്കീലിനെ കാണുകയും നിയമ നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാനത് അദ്ദേഹം ഈ വഴക്കിനും പ്രശ്നത്തിനും എല്ലാം വരുമ്പോൾ ഞങ്ങൾ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ നന്നായിട്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ അനുഭവ സമയത്ത് തന്നെ അദ്ദേഹം ഞങ്ങളുടെ പറഞ്ഞ രീതിയിലെല്ലാം ഞങ്ങൾക്ക് ധാരാളം അവധികൾ തന്നു. ഇതെല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഞാൻ ബാങ്കുകളിലെല്ലാം പലതിനും കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് എന്നോടൊരു സുഹൃത്ത് സംസാരിക്കുന്ന വഴി എനിക്കൊരു മാർഗം തുറന്നു കിട്ടി. ചിട്ടി കൂടിയാൽ നമ്മുടെ സിവിൽ സ്കോറൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കത്തില്ല, നമുക്ക് ലോണ് കിട്ടും, അടിക്കാൻ അവർക്ക് ബോധ്യമായാൽ അടയ്ക്കും. അപ്പം അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ട ഡേറ്റായി. ഞാൻ
ബാങ്കിൽ വേറെ സുഹൃത്ത് മുഖാന്തരം ബന്ധപ്പെട്ടു. ഒരു ബാങ്കിൽ വെച്ച് ചിട്ടി നടന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ബന്ധപ്പെട്ടു. മാനേജറോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര രൂപ കടമുണ്ട്, ഒരാളെന്നെ എൻ്റെ ആധാരം വീണ്ടെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഞാൻ ഈ പൈസ ചിട്ടി എനിക്ക് ഇവിടുന്ന് അനുവദിച്ച് കിട്ടുവാണെങ്കിൽ ഈ പൈസ അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം മാസം 50,000 രൂപയോളം ഞാൻ 50,000 രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് എടുത്തു തന്ന ലോൺ ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ചിട്ടി കിട്ടുകയാണെങ്കിൽ ഒരു 25-30 രൂപയ്ക്കുള്ളിൽ എനിക്ക് മാസം അടയ്ക്കും. എനിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. എനിക്ക് ഈസിയായിട്ടത് അമ്മയുടെ അനുഗ്രഹത്താൽ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനെ ഇവിടെ വന്ന് കണ്ടു, എൻ്റെ പ്രമാണങ്ങളെല്ലാം കാണിച്ചു. ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ പേരെഴുതിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് കടം വീട്ടിൽ ലോൺ എടുക്കാനാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എഴുതിയത് സ്ഥലം മേടിക്കാനാണെന്നാണ് എഴുതിയത്. ഇവിടെ ജോസഫച്ചൻ്റെ അടുത്ത് പോയി ഞാൻ വെച്ചപ്പോൾ അച്ഛനത് വായിച്ച് തുണ്ട് പേപ്പർ വായിച്ചിട്ട് എന്നോട് ചോദിച്ചു, വസ്തുവിന് അഡ്വാൻസ് കൊടുത്തതാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, എൻ്റെ വസ്തുവിന് നഷ്ടപ്പെടാതിരിക്കാൻ ഒരാൾ എനിക്ക് പൈസ തന്ന് സഹായിച്ചു. അയാളിപ്പോൾ അതിനെ കഴിഞ്ഞ് വലിയ ഭീകരമായ അവസ്ഥയിലാണ്. എൻ്റെ വസ്തു അയാൾക്ക് എടുക്കാനുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് എനിക്കൊരു ലോണിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. അദ്ദേഹം എഴുതിയത് തെറ്റിപ്പോയതായിരിക്കും. അച്ഛൻ എന്നെ ആ നിമിഷത്തിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, മാതാവിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ ഞാൻ ആ ബാങ്കിൽ ആ രേഖയായിട്ട് പോയി. മാനേജർ എന്നെ സഹായിച്ചു. അദ്ദേഹം ഫീൽഡ് വിസിറ്റ് വന്നു. എല്ലാം എനിക്ക് അനുകൂലമായിട്ട് വന്നു. ഈ കഴിഞ്ഞ 25-ാം തീയതി ഫെബ്രുവരി 25-ാം തീയതി എനിക്ക് അച്ഛൻ്റെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ പൈസ ക്ലോസ് ചെയ്ത് വിടുവാനായിട്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അതുപോലെ തന്നെ ആ സമയത്ത് അച്ഛനെ കണ്ട സമയത്ത് അച്ഛൻ എൻ്റെ കയ്യിലൊരു കാശ് രൂപം പ്രാർത്ഥിച്ച് തന്നിരുന്നു. ഞാൻ അച്ഛൻ എപ്പോഴും പറയാം, അച്ഛൻ്റെ പ്രസംഗങ്ങളിലും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്, നമ്മൾ ഈ കാശുരൂപങ്ങളൊക്കെ മറ്റൊരു ആഭരണമായിട്ട് കഴുത്തെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാനത് കാരണം ഒരിക്കലും കാശുരൂപം കഴുത്തെ ഇട്ടുകൊണ്ട് നടക്കാറില്ല. എൻ്റെ പേഴ്സിൽ ഞാനത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണം. എനിക്കെപ്പോഴും ഒരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആരും കാണാതെ കാശുരൂപം എടുത്ത് എൻ്റെ കഴുത്തിൽ ധരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ബാങ്കിൽ പോയപ്പോഴും ഞാൻ ഈ കാശുരൂപം തൊട്ട് ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എനിക്കൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഈ 170 ലേറ്റ് പേയ്മെൻറ്റും സിവിൽ സ്കോറും ഇല്ലാത്ത എനിക്ക് എവിടുന്ന് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം. ഇതെല്ലാം അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് 2-3 വണ്ടികളുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. എനിക്കിപ്പം രണ്ട് വണ്ടി പുതിയതായിട്ട് വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ എൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഉടമ്പടി പത്രം ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടുന്ന് വന്ന ഉടനെ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ നമ്മളെ കളിയാക്കുമായിരുന്നു ആൾക്കാർ. ചിലരൊക്കെ ആത്മാർത്ഥമായിട്ട് വാങ്ങിക്കും, ചിലർ കളിയാക്കും, ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. എന്നാലും നമുക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും. 10 പേർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്കത് ഒരു ഉടമ്പടി പത്രമാണ് എന്നെ ഈ അമ്മയുടെ അൾത്താരയിൽ കയറി നിൽക്കാൻ സഹായിച്ചെങ്കിൽ ഒരാൾക്കതെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് അടിയുറച്ച വിശ്വാസമുള്ളതുകൊണ്ട് കളിയാക്കുന്നവർ നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കാറേ ഉള്ളൂ. പത്രം കൊടുക്കും. അതേപോലെ തന്നെ രോഗികളെ നമ്മൾ ഈ പത്രം കൊണ്ട് പോകുമ്പോഴേതിനും കിടപ്പ് രോഗികളായിട്ട് നിർദ്ധരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ കഴിയാറുണ്ട്. ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാനായിട്ട് അവരെ സഹായിക്കാൻ മാതാവ് എന്നെ പ്രാപ്തനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ അവരെ സഹായിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടയിൽ പത്രം കൊണ്ട് പോയപ്പോഴേതിനും ഒരു ക്യാൻസർ ബാധിച്ച് 4th സ്റ്റേജിലെത്തിയ ഒരു സഹോദരനെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ മാസം അദ്ദേഹത്തിന് ഒരു 2 ലക്ഷം രൂപയോളം ജപ്തിയായി കിടക്കുകയാണ്. വേറെ വീട്ടിൽ മാർഗ്ഗമില്ല. അദ്ദേഹത്തോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ മനസ്സിൽ ഈ മാസം അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കതിന് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയ ജീവിതം, പ്രാർത്ഥന, അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങൾ രാവിലെ 5:30 ആരാധന, അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങൾ കൂടാറുണ്ട്. അനുദിന പ്രാർത്ഥന കൂടാറുണ്ട്. അനുദിന പ്രാർത്ഥന കൂടാതെ ഒരു വഴിക്ക് ഇറങ്ങി പോകാനായിട്ട് നമുക്ക് മനസ്സ് വരത്തില്ല. അഥവാ കൂടാൻ പറ്റാത്ത സാഹചര്യം വെളുപ്പിനെ പുറപ്പെടേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഫോണിലെങ്കിലും അത് കണ്ട് അതിലേ നമുക്ക് മനസ്സിൽ തൃപ്തി വരാറുള്ളൂ. ഒരു പ്രത്യേക ആത്മീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഇപ്പം വന്നിട്ടുണ്ട്. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹവും തിരുക്കുറുമ്പാൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്, അവിടുന്ന് അരുൾ ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മോശ തൻ്റെ അയോഗ്യതയെപ്പറ്റി ദൈവത്തോട് പറഞ്ഞപ്പോൾ ആശങ്കപ്പെട്ട നിമിഷത്തിൽ ദൈവം മോശയോട് ശക്തിയോ ബുദ്ധിയോ കഴിവോ അല്ല നൽകിയത്, പക്ഷെങ്കിൽ തൻ്റെ സാന്നിധ്യമാണ് വാഗ്ദാനം ചെയ്തത്. ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഏത് ജീവിത പ്രതിസന്ധികളായാലും ബുദ്ധിമുട്ടായാലും എല്ലാ ദൗത്യവും സാധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
നാം ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് അവർ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് എന്നാണ് ഓരോ സാക്ഷ്യങ്ങളിലും ഓരോ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പലപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് മോചനം തേടിയാണ് നാം ഈ അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധി, ഈ ആലയം നമ്മുടെ കണ്ണീരിൻ്റെ ഒരു ആലയമാണ്. പക്ഷെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ് ഉടമ്പടിയിൽ ആദ്യം നമുക്ക് കിട്ടുന്ന ഉടമ്പടി വാഗ്ദാനം. നമ്മുടെ ജോലി പ്രശ്നങ്ങളാവാം, രോഗങ്ങളാവാം, കടബാധ്യതകളാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, എന്തു തന്നെ ആയാലും ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തു സാധിക്കുമോ സാധിക്കില്ലയോ, എൻ്റെ പ്രശ്നങ്ങൾ മാറുമോ എന്നൊക്കെയുള്ള ഭീതികളാവാം. എന്തൊക്കെയാണേലും ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു വഴിത്തിരിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. എപ്പോഴും നമ്മളെവിടെ പോയാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്ന പല വ്യക്തികളിൽ കൂടിയാണ്, പല സാഹചര്യങ്ങളിൽ കൂടിയാണ്. മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരു തീരുമാനം. ദൈവസാന്നിധ്യത്തിൽ ഉറച്ച വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യൻ എന്ന മകൻ എന്ന സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അതുതന്നെയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് ലജ്ജിക്കേണ്ടി വരികയില്ലെന്നല്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:11 പറയുന്നത്. ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരിക്കലും ലജ്ജിക്കാൻ കഴിയില്ല, ലജ്ജിക്കാനുള്ള അവസരം ദൈവം നൽകില്ല. എപ്പോഴും നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 10:27 പറയുന്നത്. നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം ഉടമ്പടി എടുത്ത ഉടനടി പരിഹാരം നൽകുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾക്കും വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സത്യൻ എംസിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ.